രാഹുലിന്റെ ഉറക്കം കോൺഗ്രസിൽ കലാപകൊടി തന്നെ വീശിയിരിക്കുകയാണ് അഖിലേഷ് യാദവും ഉൾപ്പെടെ ഇന്ത്യ സഖ്യവും. ഇനി കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. നമസ്കാരം. ഭാരതത്തിൽ 2024 മുതൽ ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു. അതായത് ഒരു പ്രതിപക്ഷം തന്നെ ഇല്ലായിരുന്നു. എന്നാൽ 2019 ഇതേ അവസ്ഥ തന്നെ തുടർന്നു. അന്ന് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയെങ്കിലും വലിയ രീതിയിൽ ജനങ്ങൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയൊന്നും തന്നെ കണ്ടില്ല. അന്നും നരേന്ദ്രമോദിയുടെ ട്രെൻഡിങ് ആയിരുന്നു. നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. BJPയെ രണ്ടാമതും അധികാരത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. തുടർന്ന് 2019 അമേഠിയിൽ സ്മൃതി ഇറാനിയെ പേടിച്ച് രാഹുൽ വയനാട്ടിലേക്ക് ഓടിയെത്തി ഒരു MP കസേരയ്ക്ക് വേണ്ടി അവിടെ കുറച്ച് ഓഫൊക്കെ കാണിച്ച് മത്സരിച്ചപ്പോഴാണ് അന്നും രാഹുൽ ഗാന്ധിക്ക് ഒരു ചീത്തപ്പേര് തന്നെ ഉണ്ടായി. പേടിച്ച് ഒളിച്ചോടിയ രാഹുൽ ഗാന്ധി. അതിനുശേഷം ഏത് രീതിയിലും മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി സംസ്ഥാനത്തെ എല്ലാ പ്രതിപക്ഷ നേതാക്കളും, അതായത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്തിലെ പ്രതിപക്ഷ നേതാക്കളെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യ മുന്നണി എന്നൊരു പാർട്ടി രൂപീകരിച്ചു. രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആക്കുകയും ചെയ്തു. പക്ഷേ മൂന്നാമതും മോദി സർക്കാർ തന്നെ അധികാരത്തിലെത്തി. അങ്ങനെ നമ്മുടെ ഭാരതത്തിന് 10 വർഷത്തിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവിനെ ലഭിച്ചു. രാഹുൽ ഗാന്ധി എന്തൊക്കെയോ ചെയ്തു കളയുമെന്നൊരു വിശ്വാസം പ്രതിപക്ഷ നേതാക്കൾക്കുണ്ടായിരുന്നു. അപ്പോഴും എല്ലാവരും പറഞ്ഞു രാഹുലിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് കുട്ടിക്കളിയാണ്, പ്രതിപക്ഷ നേതാവാക്കിയാൽ കോൺഗ്രസിന് ഇനിയും ചീത്തപ്പേരുണ്ടാകും, ഇപ്പോഴുള്ള പ്രതാപം ഇടിഞ്ഞ് താറുമാറാകും. പക്ഷേ ആരും കേട്ടില്ല. അത് പറഞ്ഞത് കോൺഗ്രസിലെ ഇത്തിരിയെങ്കിലും വിവരമുള്ള ഒരു നേതാവായിരുന്നു. ഇപ്പോൾ അനുഭവസ്ഥത്തെ പാടസ്തു എന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ കാര്യം. കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹമാണ് എന്നൊക്കെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയെങ്കിലും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം നിലവിൽ നാണം കെട്ട് തല താഴ്ത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാഹുൽ ഗാന്ധി അഥവാ സ്നേഹത്തോടെ നമ്മൾ പപ്പു എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയെ മുതിർന്ന നേതാവ് പാർലമെന്റിൽ കിടന്ന് ഗൂർക്കം വലിച്ച് ഉറങ്ങുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഉൾപ്പെടെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു നേതാവിനെയൊക്കെ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ട് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയുണ്ടോ അല്ലെങ്കിൽ യോഗ്യതയുണ്ടോ എന്ന് സോഷ്യൽ മീഡിയ തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഒരു കലാപക്കൊടി തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഉയർന്നു വരുന്നത്. രാഹുലിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് തന്നെയാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത്. അതുകൂടാതെ തന്നെ ജൂലൈയിൽ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബഡ്ജറ്റിനെ പറ്റി ഒരക്ഷരവും മിണ്ടിയില്ല എന്ന് അന്നേ പ്രതിപക്ഷം പറഞ്ഞതാണ്. ഇന്ത്യ സഖ്യത്തിലുള്ള നേതാക്കൾ പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധി ഒരു അക്ഷരം മിണ്ടാതെ അടച്ച് മിണ്ടാതെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുകയില്ല എന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചിരിക്കുന്നു. നിലവിൽ ഇന്ത്യ സഖ്യം പിളർപ്പിൽ നിന്ന് കൂടുതൽ പിളർപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിന്റെ ഈ സംഭവം കൂടി എത്തിയതോടുകൂടി രാഹുലിന്റെ പാർലമെന്റിൽ ഉറക്കം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായ സ്ഥിതിക്ക് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ പിന്മാറുമെന്ന് അഖിലേഷ് യാദവ് അടക്കം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷനോട്, അതായത് മല്ലികാർജ്ജുന ഖാർഗെയോട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവായി ആ പ്രതിപക്ഷ കസേരയിൽ കൊണ്ടിരുത്താൻ യോഗ്യരായ ഒരാൾ പോലും ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചെങ്കിലും ഫാൻസ് ഉള്ള രാഹുൽ ഗാന്ധിയെ തന്നെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തിയത്. പക്ഷെ അതിപ്പോൾ തലവേദന ആയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനുമാണെന്നതാണ് ഏറ്റവും പ്രധാന കാര്യം.